സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അത് നിർണ്ണയിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? മഞ്ജു വാര്യർ ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വിമൻസ് ഡ്രീം? വനിതാ പ്രധാനമന്ത്രിയൊക്കെ വന്ന കാലം എത്രയായി? കേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ്? ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? പോട്ട് ഒരു ആഭ്യന്തരമന്ത്രിയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 18,887 കേസുകളാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. നമസ്കാരം. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ടും പിന്നിട്ട നമ്മൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. ലിംഗസമത്വത്തിനായി ലോകം മുറവിളി കൂട്ടുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടി വരും. അതിർവരമ്പുകൾ ഭേദിച്ച സ്ത്രീകൾ പ്രധാന ചുമതലകളിൽ എത്തിച്ചേർന്നത് അഭിനന്ദനാർഹമാണ്. സാമൂഹ്യപരമായും തൊഴിൽപരമായും സ്ത്രീകൾ പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നുമുണ്ട്. എന്നാലും ഒരു ചോദ്യം, സ്ത്രീ പൂർണ്ണമായും സ്വതന്ത്രയാണോ? അവൾ സുരക്ഷിതയാണോ? സ്വാതന്ത്ര്യത്തിന് ലിംഗവ്യത്യാസമുണ്ടോ എന്ന സംശയം പലരും ഉന്നയിച്ചേക്കാം. ആ ചോദ്യം പലരും സ്വന്തമായി ചോദിക്കേണ്ടതാണ്. ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. അഖില, ഈ ജയ 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 ഹേ എന്ന് പറയുന്നൊരു ചിത്രം വലിയ ഹിറ്റായിരുന്നു. ആ സിനിമയിൽ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ വിവാഹമോചനത്തിനായി കോടതിയിലെത്തുമ്പോൾ പറയുന്നൊരു ഡയലോഗുണ്ട് ഭാര്യയെക്കുറിച്ച്, ഞാൻ അവൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്ന്. അതിന് കോടതി പറയുന്നൊരു മറുപടിയുണ്ട്, അത് നീ കൊടുത്തിട്ട് വേണം. ശരിക്കും പ്രസക്തമായൊരു ചോദ്യം അത് തന്നെയല്ലേ? ശരിക്കും ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അത് നിർണ്ണയിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? ശ്രീജ, അതിലിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കാലം എത്ര പിന്നിട്ടു എന്ന് പറഞ്ഞാലും പല മേഖലകളിലും ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദനാർഹമായ നേട്ടങ്ങൾ സ്ത്രീകൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും അധികം സ്ഥലങ്ങളിലും പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് സമൂഹമുള്ളത്. മഞ്ജു വാര്യർ ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വിമൻസ് ഡ്രീം? അതേ സാധനം തന്നെയാണ്. സ്വാതന്ത്ര്യം ആരാണ് തീരുമാനിക്കുക? നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ എവിടെയായാലും ഏത് സമയത്തായാലും സ്ത്രീ സുരക്ഷിതയായിരിക്കണം. ഒരു തരത്തിലുമുള്ള അപമാനം ഏൽക്കപ്പെടാനേ പാടില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഇനി വരാനിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50% സംവരണമുണ്ട്. 2009 നമ്മൾ 50% സ്ത്രീ സംവരണമൊക്കെ കൊണ്ടുവന്ന സംസ്ഥാനമാണ്. പക്ഷേ നമ്മുടെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞു. പൊതുസമൂഹത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോട്ടെ, സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രത്തിന് താഴെ വരുന്ന അശ്ലീല കമൻറ്റുകൾ, വെർബൽ റേപ്പ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ പറയുന്ന, അങ്ങനെയാണ് സ്ത്രീകളെ പരിഗണിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്ത് എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക? എന്ത് സ്വാതന്ത്ര്യമാണ് സ്ത്രീക്ക് ഉണ്ടാവുക? അതുല്യ, വിഭജിക, ഫസീല, ഏറ്റവും ഒടുവിൽ സോന എൽദോസ്, ഇത് ഈ പറഞ്ഞതുപോലെ വർഷങ്ങൾക്കകമൊന്നും അല്ല ഈ കേസുകൾ ഉണ്ടായിരിക്കുന്നത്, മാസങ്ങൾക്കകമാണ്. കഴിഞ്ഞ മാസം ഉണ്ടായ കേസുകളാണ് പലതും. നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചക്രമാണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ചക്രത്തിനുള്ളിൽ അകപ്പെട്ട സ്ത്രീകൾക്ക് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, പഠിപ്പും വിവരവുമുള്ള കുട്ടികളാണ്. എന്തുകൊണ്ട് അവർ ആ ബന്ധം ഉപേക്ഷിച്ച് മടങ്ങി വരുന്നില്ല എന്ന് പലരും സംശയം ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മടങ്ങി വരാൻ സാധിക്കുന്നില്ല. കാരണം രണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, പൂർണ്ണമായും അവർ ഭർത്താവിൽ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നു എന്നുള്ളൊരു കാര്യം. എന്തോ ഒരു പ്രതീക്ഷ അവരെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർ ഒരു കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ അത് അവിടെ തീരുന്നു എന്നാണ് പല വീട്ടുകാരും മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് ഓടി വായോ എന്ന് വീട്ടുകാർ പറയാനുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയും ഇത്തരം ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ രക്ഷപ്പെടാൻ അവസരമുള്ള ആളുകൾ പോലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമല്ലേ? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടതാണ് സോന എൽദോസിൻ്റെ കേസ്. ആ കുട്ടി ആ യുവാവിനെ വിവാഹം ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ ഞാൻ ഒരുപക്ഷെ തിരിച്ചു പോയാലോ എന്നുള്ള, അയാൾ തിരിച്ചെത്തിയാൽ ഞാൻ വീണ്ടും തിരിച്ചു പോയാലോ എന്നുള്ള ആശങ്ക. പ്രണയം അത്രത്തോളം സ്ത്രീയെ ദുർബലയാക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നില്ലേ?
ഇത് പ്രണയം മാത്രമാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബ പശ്ചാത്തലം എല്ലാം വരും. നമ്മളൊരു സ്ത്രീ എപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരികയാണ് അല്ലേ. നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. അവർ ഏത് വസ്ത്രം ധരിക്കണം എന്ന് തുടങ്ങി അവരെങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് കുടുംബമാണ് അല്ലെങ്കിൽ സമൂഹമാണ്. അവിടെ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. നമ്മളിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ വീട്ടുകാർക്കും ഒരു പക്ഷേ ഇതിലൊന്നും കൂടെ നിൽക്കാൻ സാധിക്കാത്തത് സമൂഹം എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ചിന്തയാണ്. അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ചോദിക്കാൻ സ്ത്രീകൾ മാത്രമാണോ അപമാനിക്കപ്പെടുന്നത്? അല്ല, പുരുഷന്മാരുമുണ്ട്. ഒരു ലിംഗ ഒന്നുമല്ല ഒരു പുരുഷൻ്റെയും സ്വാതന്ത്ര്യത്തെ നിർണ്ണയിക്കുന്നതെന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ സ്ത്രീകൾ നേരിടുന്നത് ഈ നമ്മുടെ കണക്കുകളൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്ര പ്രശ്നങ്ങളാണ്. ഓരോ 3 മിനിറ്റിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് കണക്കുകൾ. ശാരീരികമാകാം, മാനസികമാകാം, ലൈംഗികമാകാം, ഏത് തരത്തിലുള്ള ആക്രമണം വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. അത് വലിയ കണക്കാണ്. അതായത് ഓരോ 3 സ്ത്രീകളെ എടുക്കുമ്പോൾ ഒരാൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ കണക്കാണ്. അതും എല്ലാം 15 വയസ്സിന് മുകളിലുള്ളവരാണ്. സ്ത്രീകൾ ഇപ്പോൾ വിമാനമൊക്കെ ഓടിക്കുന്നു, അങ്ങ് ബഹിരാകാശത്ത് വരെയൊക്കെ എത്തി. പക്ഷേ ഇപ്പോഴും എന്തൊക്കെയോ മിസ്സിംഗ് അല്ലേ അഖില? ഈ പറഞ്ഞ പോലെ പാർലമെന്റിൽ നമ്മുടെ 33% സംവരണമൊക്കെ പറഞ്ഞൊരു ബില്ലൊക്കെ വന്നു. അത് വെളിച്ചം കണ്ടിട്ടില്ല ഇതുവരെ. പാർലമെന്റിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും ആയിട്ടില്ല. ദ്രൗപദി മുർമു ഉണ്ട്, ശരിയാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രിയൊക്കെ വന്ന കാലം എത്രയായി? കേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ്? ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? പോട്ടെ, ഒരു ആഭ്യന്തരമന്ത്രിയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എല്ലാം പോട്ടെ, നമ്മൾ സ്ത്രീകൾക്ക് ഈ നിയമസഭയിലെങ്കിലും 50% സംവരണം കൊടുക്കാൻ നമ്മുടെ സംസ്ഥാനം വിചാരിച്ചാൽ കഴിയും. 50-ലധികം ശതമാനം, അതായത് 51%-ലധികം സ്ത്രീകളുള്ള സംസ്ഥാനമാണ് നമ്മൾ. എന്നിട്ടും നമ്മൾക്കതിന് സാധിക്കുന്നില്ല. സ്ത്രീകളുടെ വോട്ട് ഉറപ്പാക്കാൻ ഒരു ചെറിയ തന്ത്രമൊക്കെ ഇലക്ഷൻ സമയത്തൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി പ്രയോഗിക്കാറുണ്ട്. കാരണം ലിംഗ സമത്വം എന്നുള്ള വാക്കൊക്കെ ഊന്നി പറഞ്ഞുണ്ട്. പക്ഷേ പെൻഷൻ കൊടുക്കുന്നു, ജോലി ഇല്ലാണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പൈസ കൊടുക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. അവർക്ക് വേറെ അവസരങ്ങളല്ലേ കൊടുക്കേണ്ടത്? തൊഴിലവസരങ്ങൾ. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ മുന്നോട്ട് വരാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കാനല്ലേ സർക്കാർ ശ്രമിക്കേണ്ടത്? ഉയർന്നു വരുന്നില്ല. സ്ത്രീകൾ എവിടെയോ തടയപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ്. എന്തുകൊണ്ട് ഈ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകളെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്നത് പോലെ പുരുഷ മേധാവിത്വം അത് നമ്മൾ കാണേണ്ടി വരുന്നത്. ഈ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ പലപ്പോഴും ഫെമിനിസ്റ്റുകളാണിരുന്ന് ഈ സംസാരിക്കുന്നത് എന്ന തരത്തിൽ ആക്ഷേപങ്ങൾ സ്വാഭാവികമായും വരാം. പക്ഷേ സ്ത്രീകളുടെ കാര്യം സ്ത്രീകൾക്ക് മാത്രമല്ലേ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് വർഷാവർഷം നമ്മുടെ ഈ ഇൻഡെക്സിൽ എടുക്കാറുണ്ട്. 148 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131-ാമതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം എത്രത്തോളം ജെൻഡർ ഇക്വാലിറ്റി നമ്മുടെ ഈ രാജ്യത്തുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് ഇപ്പോഴും ഒരു സമത്വം ഉണ്ടോ എന്നുള്ളൊരു കാര്യം അറിയില്ല. പല സ്ഥാപനങ്ങളും സ്ത്രീകളെ ജോലിക്കെടുക്കാൻ, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ അത് വളരെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. കാരണം അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത്. ഈ മെറ്റേണിറ്റി ലീവ് കൊടുക്കേണ്ടി വരും. സ്ത്രീകൾ പൊതുവെ പ്രാരാബ്ധം പിടിച്ചവരാണെന്നുള്ളൊരു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഈ വനിതാ കമ്മീഷൻ നടത്തിയ ഒരു ചർച്ചയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ IT മേഖലയിലുള്ള സ്ത്രീകൾ പറഞ്ഞത് ഇതാണ്, അവർ നേരിടുന്ന ദുരനുഭവം. അത് ഒരു പക്ഷേ തൊഴിൽ ചൂഷണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിൽ ഇത്തരത്തിൽ അവധി എടുക്കാൻ കഴിയില്ല. അങ്ങനെ അവധി കൊടുത്താൽ അവരുടെ ജോലി പോകുന്ന സ്ഥിതി ആണ്. ശ്രീജ ഇപ്പോൾ സൂചിപ്പിച്ച അതേ കാര്യം. അതിലൊക്കെ നടപടി എടുക്കുമെന്നൊക്കെയാണ് നമ്മുടെ വനിതാ കമ്മീഷനൊക്കെ പറയുന്നത്. പക്ഷെ എത്രത്തോളം അത് പോസിബിൾ ആവും? ഈ IT മേഖലയിലല്ല, പല മേഖലകളിലും ഇതേ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളെ അവർ ജോലിക്ക് എടുക്കുമ്പോൾ അവരെ പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ലീവ് എടുത്ത് പോകേണ്ട ഒരു അവസ്ഥ. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായി മടങ്ങിയെത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പ്രാരാബ്ധത്തിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ള തരത്തിൽ പലരും സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിൽ അത് സ്ത്രീകളെ ഒരുപാട് ചൂഷണത്തിന് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വിധേയരാകുന്നുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിൽ പോലും. സാമ്പത്തികമായിട്ട് മാത്രമല്ല, ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ പോലും പലയിടത്തും സ്ത്രീകൾ അത്തരം ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. പല വർഷങ്ങളിൽ കണക്കുകളൊക്കെ എടുക്കാറുണ്ട്. വനിതാ സുരക്ഷ എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ 178 171 രാജ്യങ്ങളുടെയൊക്കെ പട്ടിക എടുത്താൽ 128-ാമത്തെ സ്ഥാനമൊക്കെ നമുക്കുള്ളൂ. നമ്മളിപ്പോൾ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് പോലെ വികസിത ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ മേഖലയിലേക്കൊക്കെ നമ്മൾ പോകുന്നു. പക്ഷേ അപ്പോഴും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. തീർച്ചയായും നിർഭയയും സൗമ്യയും ജിഷയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കേസുകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു നീറ്റലായിരുന്നു അല്ലേ? കാരണം ഇനിയും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമോ എന്നുള്ളതാണ് അപ്പോൾ പലരും നമ്മുടെ ഉള്ളിൽ ഉണ്ടായൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം. അതായിരുന്നു അന്ന് നിർഭയയുടെ കേസ് വന്നപ്പോൾ പോലും പലരും
ഉന്നയിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ആ പെൺകുട്ടി രാത്രിയിൽ പുറത്തിറങ്ങി? അവിടെ അതാണ് ഞാൻ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും സുരക്ഷിതയായിരിക്കണം. സ്ത്രീ സുരക്ഷ എവിടെ എത്തി നിൽക്കുന്നു? ആ സുരക്ഷ ഇല്ലാത്തിടത്തോളം എന്ത് സ്ത്രീ സ്വാതന്ത്ര്യമാണ്? നമ്മൾ ഈ വനിതാ ദിനത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ വരും, സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം എന്നൊക്കെ. പക്ഷേ ഒരു ദിവസത്തെ ചർച്ചകൾ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ചില വിഷയങ്ങൾക്കപ്പുറത്തേക്ക് എവിടെയാണ്, ആരാണ് നമ്മളെ ഇതിൽ മുന്നോട്ട് നയിക്കേണ്ടത്? അതെ, ഈ ഗാർഹിക പീഡന നിരോധന നിയമമൊക്കെയുണ്ട്, അത്തരത്തിൽ ഒരുപാട് നിയമപരിരക്ഷ സ്ത്രീകൾക്കുണ്ട്. പക്ഷെ എങ്കിലും ഇതൊക്കെ ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം. ഇപ്പം നമ്മുടെ ഒരു കണക്ക്, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ക്രൈം റെക്കോർഡ്സിൻ്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ആ കണക്കുണ്ട്. അതായത് നമ്മുടെ ഈ 2020 തൊട്ട് 2025 ജൂൺ വരെയുള്ളൊരു കണക്കാണ് ക്രൈം റെക്കോർഡ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് 2020 റേപ്പ് കേസുകൾ, ഇത് ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യമല്ല, കേരളത്തിലെ കേസുകൾ മാത്രം കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും. 1880 റേപ്പ് കേസുകൾ 2020 ഉണ്ടായിരുന്നു. അത് 2025 ജൂൺ വരെ ആയപ്പോൾ തന്നെ 1491 ആയി. പിന്നീടുള്ള കണക്കുകൾ വന്നിട്ടില്ല. പിന്നെയും 6 മാസം ബാക്കിയാണ്. ഇതേ തരത്തിലാണ് കിഡ്നാപ്പിംഗ്, അതുപോലെ തന്നെ മൊളസ്റ്റേഷൻ, ഈവ് ടീസിങ് ഒക്കെ ആയിട്ട് നിരവധി കേസുകൾ. ഈ ഡൗറി എടുത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര കേസുകളാണ്. ടോട്ടൽ ക്രൈം അഗൻസ്റ്റ് വിമൻ എന്ന് പറയുന്നത് 2020 12659 എന്നുള്ളൊരു കണക്കാണ് കേരള പോലീസ് പുറത്തുവിടുന്നത്. അതേ കണക്ക് 2025 ജൂൺ വരെ ആകുമ്പോഴേക്കും 9647 ആയി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മാത്രം 18,887 കേസുകളാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. 51% സ്ത്രീകളുള്ള കേരളത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഘോരം വാദിക്കുന്ന നേതാക്കൾ, സ്ത്രീയുടെ മുന്നേറ്റത്തെപ്പറ്റി സംസാരിക്കുന്ന സമൂഹം ഒക്കെ ഉണ്ടായിട്ട് ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? ഈ മനുസ്മൃതിയിൽ പറയുന്നത് പോലെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ളതല്ല, അവർ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ് മനുസ്മൃതിയിൽ പറയുന്നത്. സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് സമൂഹം അത് വിലയിരുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്വാതന്ത്ര്യം നമ്മൾ നേടി ഇത്രയധികം മുന്നോട്ട് പോയിട്ടും വലിയൊരു മാറ്റമൊന്നും നമുക്ക് ശ്രീജ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, സാമ്പത്തിക സ്വാതന്ത്ര്യം. ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് ആണ് ആദ്യം ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. എന്ത് ജോലിയാവട്ടെ, സ്വന്തമായൊരു വരുമാനം ഉണ്ടാകണം, ഒരു സാമ്പത്തികമായുള്ളൊരു സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടാവണം. മാത്രമല്ല അവരുണ്ടാക്കുന്ന ആ കാശ് അവർക്ക് തന്നെ ചെലവാക്കാൻ കഴിയണം. പലയിടത്തും അങ്ങനെ സംഭവിക്കുന്നില്ല. നല്ല വരുമാനമുള്ള സ്ത്രീകൾക്ക് ATM കാർഡ് ഉൾപ്പെടെ ഭർത്താവിനെ ഏൽപ്പിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടാവണം. അടുക്കളയിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. വളരെ ഇപ്പോൾ ജനറേഷനൊക്കെ ഒരുപാട് മാറി കേട്ടോ. ഒരുപാട് പ്രൗഡായിട്ട് പറയുന്ന പുരുഷന്മാർ നമുക്കിടയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഭാര്യയെ അടുക്കളയിൽ സഹായിക്കാറുണ്ട് എന്ന് ധൈര്യത്തോടെ ആ വാക്ക് ശരിക്കും ഏറെ സന്തോഷത്തോടെ സഹായം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുന്നതിൽ അതൊരു സഹായമല്ല. എനിക്കും നിനക്കും കഴിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് വരേണ്ടത്. പക്ഷെ ഒരുപാട് ഈ യുവതലമുറയൊക്കെ ഒരുപാട് മാറി അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവർ കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും അവരെ കുറേയൊക്കെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ വീട്ടിൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ അത് പറയാൻ ഇപ്പോഴും ചിലർക്കൊരു മടിയുണ്ടാവും, നാണക്കേടുണ്ടാവും. അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് കരുതും, ഞാനൊരു പുരുഷനാണ്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാം. പക്ഷെ ഏതായാലും സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് എവിടെയാണ് ആ മാറ്റം വരേണ്ടത് എന്നുള്ളതാണ്. മാറ്റം അനിവാര്യമാവുമ്പോൾ മാറേണ്ടത് സ്ത്രീയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സുകൾ മാറണം. സ്ത്രീയെ വെറുമൊരു ശരീരമായി മാത്രം കാണാതെ അവളും നമ്മുടെ സ്വന്തമാണെന്ന് കരുതാൻ കഴിയണം. കണക്കുകളൊക്കെ മാറട്ടെ. അതിരുകളില്ലാത്ത ആകാശത്ത് സ്ത്രീകൾ പറന്നുയരട്ടെ.